Yes, good morning. Neural control and coordination. Chapter nervous system chapter. ആദ്യ ഭാഗം നമ്മൾ എടുത്ത് കഴിഞ്ഞതാണ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ത്രൂ എ ന്യൂറോൺ. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിൽ സിനാപ്സ് എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാട്ട് ഈസ് കോൾഡ് സിനാപ്സ്? 10th നിങ്ങൾ പഠിച്ചതാണ്. ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ടു ന്യൂറോൺസ് എന്ന് പറയാം. രണ്ട് ന്യൂറോൺസ് തമ്മിൽ കണ്ടുമുട്ടുന്ന ഭാഗത്തിൻ്റെ പേരാണ് സിനാപ്സ് എന്ന് പറയും. കറക്റ്റ് പറഞ്ഞാൽ ദ പ്ലേസ് വേർ ആക്സോണൈറ്റ് ഓഫ് എ ന്യൂറോൺ. ഒരു സിനാപ്സിനകത്ത് കണ്ടുമുട്ടുന്ന ആൾക്കാർ ഒന്ന് എന്തായിരിക്കും, ഒരു ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ അറ്റായിരിക്കും ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് ഓഫ് എ ന്യൂറോൺ. മറ്റേ ന്യൂറോൺ എന്തായിരിക്കും, ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും അല്ലേ. ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റും മറ്റേ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് നമ്മൾ സിനാപ്സ് പറയും. ദ പ്ലേസ് വേർ ആക്സോണൈറ്റ് ഓഫ് എ ന്യൂറോൺ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഡെൻഡ്രൈറ്റ്സ്. നമ്മൾ നേരത്തെ ന്യൂറോൺസിൻ്റെ ടൈപ്പ് പഠിച്ചപ്പോൾ യൂണിപോളാർ ന്യൂറോൺസ് പഠിച്ചിരുന്നു. യൂണിപോളാർ ന്യൂറോൺസ് ആണെങ്കിൽ അതിന് ഡെൻഡ്രോൺസും ഡെൻഡ്രൈറ്റ്സും ഉണ്ടാകില്ല. അപ്പോൾ അവിടെ സിനാപ്സിൽ എങ്ങനെ വരിക, ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റും അതിൻ്റെ മറ്റേ ന്യൂറോണിൻ്റെ സെൽ ബോഡി ആയിരിക്കും. അപ്പോൾ ഒരു സിനാപ്സിനകത്ത് പങ്കെടുക്കുന്ന ആൾ ഒന്ന് ആക്സോണൈറ്റ് ആയിരിക്കും, മറുഭാഗത്ത് കാണുന്ന ആൾ ഡെൻഡ്രൈറ്റ്സ് ആകാം അല്ലെങ്കിൽ സെൽ ബോഡി ആകാം. അപ്പോൾ ദ പ്ലേസ് വേർ ആക്സോണൈറ്റ് ഓഫ് എ ന്യൂറോൺ communicates with the dendrites or cell body of the adjacent neuron, തൊട്ടടുത്ത ന്യൂറോൺ, that is called a synapse. ഓക്കെ, ഇനി നോക്കി, ഒരു സിനാപ്സിനകത്ത് രണ്ട് ന്യൂറോൺസ് തമ്മിൽ കണ്ടുമുട്ടും. അതിൽ ഏത് ന്യൂറോൺ വഴിയാണോ ആ സിനാപ്സിലേക്ക് നെർവ് ഇമ്പൾസ് വരുന്നത്, ഒരു ന്യൂറോൺ വഴി നെർവ് ഇമ്പൾസ് ആ സിനാപ്സിലേക്ക് വരും, മറ്റേ ആൾ അത് വാങ്ങിയിട്ട് സിനാപ്സ് പുറത്തേക്ക് കൊണ്ടുപോകും. അതിൽ നെർവ് ഇമ്പൾസ് ഏത് ന്യൂറോൺ കൊണ്ടുവരുമോ നമ്മൾ അയാളെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും. The neuron which carries nerve impulse to a synapse is called presynaptic neuron. The neuron which carries nerve impulse away from the synapse is called postsynaptic neuron എന്ന് പറയും. ഓക്കെ, ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരിക്കലും ഒരു സിനാപ്സ് ന്യൂറോൺസ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ല, രണ്ടിനും ഇടയ്ക്കൊരു ഫ്ലൂയിഡ് ഗ്യാപ്പ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പോൾ സിനാപ്സും സിനാപ്റ്റിക് ക്ലഫ്റ്റ് നിങ്ങൾക്ക് അറിയണം. ആ രണ്ട് ന്യൂറോൺസ് തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലത്തിന്റെ പേരാണ് സിനാപ്സ്. അതിൽ രണ്ട് ന്യൂറോൺസിന്റെയും ഇടയ്ക്കുള്ള ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിനെ വിളിക്കുന്നത് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ദ ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ് പ്രസന്റ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ഈസ് കോൾഡ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഓക്കെ, അത് നമ്മൾ 10th പഠിച്ച ഭാഗമാണ്. സിനാപ്സ് എന്താണെന്ന്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ +1 നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഭാഗമാണ്. സിനാപ്സ് രണ്ട് തരമുണ്ട്. There are two types of synapses, electrical synapse and chemical synapse എന്ന് പറയും. ഇലക്ട്രിക്കൽ സിനാപ്സും കെമിക്കൽ സിനാപ്സ്. അതാണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. രണ്ട് ന്യൂറോൺസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ, രണ്ട് ന്യൂറോൺസും വളരെ അടുത്താണെങ്കിൽ, സിനാപ്റ്റിക് ക്ലഫ്റ്റ് വളരെ കുറവാണെങ്കിൽ, ഒരു ന്യൂറോൺ അത് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ന്യൂറോണിന്റെ ആക്സോൺ ആയിട്ടുള്ളതെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടുന്ന് നെർവ് ഇമ്പൾസ് ഇങ്ങനെ വരില്ലേ. നെർവ് ഇമ്പൾസ് പറയുമ്പോൾ കറണ്ടാണ്, ആക്ഷൻ പൊട്ടൻഷ്യൽ. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായിരിക്കും, ഇലക്ട്രിക്കൽ ഫീൽഡിലായിരിക്കും മറ്റേയാളുടെ അറ്റം ഉണ്ടാവുക. മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കാന്തിക വലയം. അതേപോലെ കറണ്ടിന് എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാവും, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലം. അപ്പോൾ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്ലുവൻസിന് ഉള്ള ഏരിയയിലാണ് ഇയാളുടെ അറ്റം ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാധാരണ പഠിച്ച പോലെയുള്ള കെമിക്കൽസിൻ്റെ ആവശ്യമില്ല, നാഡീ പ്രേഷകം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യും, ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സോഡിയം പൊട്ടാസ്യം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സിംഗിൾ ന്യൂറോണിലൂടെ എങ്ങനെയാണോ നെർവ് ഇമ്പൾസ് പോകുന്നത്, അതേപോലെ എന്ത് ചെയ്യും, ഡയറക്ട്ലി ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ വിതൗട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എന്താ കാരണം, ഒരു ന്യൂറോണിന്റെ എന്തായിരിക്കും, ഇലക്ട്രിക്കൽ ഫീൽഡിനകത്തായിരിക്കും മറ്റേ ന്യൂറോണിന്റെ അറ്റം ഉണ്ടാവുക. അപ്പോൾ രണ്ട് ന്യൂറോൺസിന്റെ ഇടയ്ക്കുള്ള അകലം വളരെ കുറവാണെങ്കിൽ, when two neurons are very close, nerve impulse directly transmitted from presynaptic neuron to the post without neurotransmitters, that is called electrical synapse. അവിടെ കണ്ടക്ഷൻ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ തന്നെ. അതേ സമയത്ത് കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ എന്താ ചെയ്യുക, ഇതുവരെ ഇലക്ട്രിക്കൽ ആയിരിക്കും, പിന്നീട് ആ സിനാപ്സ് വഴി കടന്നു പോകുക കെമിക്കൽ ആയിരിക്കും. ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ കണ്ടക്ഷൻ ആയിരിക്കും. രണ്ട് ന്യൂറോൺസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ നെർവ് ഇമ്പൾസ് ഡയറക്ട്ലി ട്രാൻസ്മിറ്റഡ് ഫ്രം പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ വിതൗട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇനി കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ when two neurons are well separated by synaptic cleft, സിനാപ്റ്റിക് ക്ലഫ്റ്റിന്റെ അകലം കൂടുതലാണെങ്കിൽ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റഡ് ഒരിക്കലും ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോൺ അടുത്തെത്തി കഴിഞ്ഞാൽ നേരിട്ട് ഇപ്പുറത്തെ ന്യൂറോണിലേക്ക് വരില്ല. അങ്ങനെ വരണം എന്ത് ചെയ്യണം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി അത് ഇപ്പുറത്ത് വന്ന് തട്ടണം. When two neurons are well separated,
nerve impulse transferred from presynaptic neuron to the postsynaptic neuron only with the help of neurotransmitters. After neurotransmitters, an example ആണ് acetylcholine, noradrenaline, dopamine പോലെയുള്ള neurotransmitters. That type of synapse is called chemical synapse. Okay, ഒരു chemical synapse നെ വലുതാക്കി വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഡയഗ്രം ഉണ്ട്, പരീക്ഷയ്ക്ക് വരും. ഇതൊരു കെമിക്കൽ സിനാപ്സിനെ കാണിക്കുന്നു. ഈ കെമിക്കൽ സിനാപ്സ് ആണ് എന്ത് ചെയ്യും? ഇതാണ് ആക്സോൺ, ആക്സോണിന്റെ അറ്റമായത് ആക്സോൺ ടെർമിനൽ. നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയും. അവിടെ ഇങ്ങനെ സൊളൻ പോർഷൻ ഉണ്ടാവും. നമ്മൾ വരയ്ക്കുമ്പോഴേ സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിട്ട് ആ സിനാപ്റ്റിക് നോബ് ആർക്കേ ആവശ്യമുള്ളൂ? കെമിക്കൽ സിനാപ്സിന് ആവശ്യമുള്ളൂ. ഇത് ആക്സോണൈറ്റ് ആണ്, ഇത് ആക്സോണൈറ്റ്, ഇത് ആക്സോൺ ടെർമിനൽ. ഇത് നമ്മൾ വിളിക്കുക സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയും. സിനാപ്റ്റിക് വെസിക്കിൾ. ഈ സിനാപ്റ്റിക് വെസിക്കിളിനകത്ത് ആരുണ്ടാവുക? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുക. വെസിക്കിൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ ആക്സോൺ ടെർമിനൽ എത്തിക്കഴിഞ്ഞാൽ ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് അതിന്റെ സൈഡിലേക്ക് നീങ്ങും. അത് നടുവിലുണ്ടാവുക, അത് വശങ്ങളിലേക്ക് നീങ്ങും. ദ സിനാപ്റ്റിക് വെസിക്കിൾസ് മൂവ് ടുവേർഡ്സ് ദ മെംബ്രെയിൻ, മൂവ് ടുവേർഡ്സ് ദ പെരിഫറി. അത് ചുറ്റുഭാഗത്തേക്ക് നീങ്ങും. ഇങ്ങനെ സിനാപ്റ്റിക് വെസിക്കിൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന ബബിൾസ് എന്ത് ചെയ്യും? അതിങ്ങനെ സൈഡിലേക്ക് വന്ന് അത് മെംബ്രെയിനിൽ തട്ടിയാൽ ബ്രേക്ക് ചെയ്യും. The neurotransmitters are released into the synaptic cleft. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ആര് റിസീവ് ചെയ്യും? റെസിപ്റ്റേഴ്സ് ഓൺ ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ആക്സോൺ ആണ്. ഇത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, രണ്ട് കിടക്കുള്ള ഗ്യാപ്പ് ആണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയാം. ദിസ് ഈസ് കോൾഡ് എ സിനാപ്സ്. അങ്ങനെ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് വഴി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സഞ്ചരിച്ചിട്ട് ദേ ബൈൻഡ് ടു ദ receptors on the, these are the receptors, സ്വീകർത്താക്കൾ, receptors on the postsynaptic membrane. As a result, an action potential is created. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. എന്താ ആക്ഷൻ പൊട്ടൻഷ്യൽ? സോഡിയം പൊട്ടാസ്യം സ്റ്റോപ്പ് ചെയ്യും, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ഇവിടെയുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ കെമിക്കൽസിന്റെ സഹായത്തിൽ എന്ത് ചെയ്തു? ഇവിടത്തേക്ക് എത്തി. ഇപ്പോൾ ഒരു കെമിക്കൽ സിനാപ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ പറയാൻ പറ്റണം. ആക്സോണൈറ്റ്, ആക്സോൺ ടെർമിനൽ, സിനാപ്റ്റിക് വെസിക്കിൾ, ദിസ് ഈസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. അപ്പോൾ നമ്മളൊരു ആക്സോണിന്റെ അറ്റവും ഡെൻഡ്രോണിന്റെ അറ്റവും ഇങ്ങനെ വലുതാക്കി കാണിച്ചതാണ്. ദിസ് ഈസ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, ദിസ് ആർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ദിസ് ഈസ് റെസിപ്റ്റേഴ്സ്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് എ കെമിക്കൽ സിനാപ്സ്. ഒരു കെമിക്കൽ സിനാപ്സിലൂടെ നെർവ് ഇമ്പൾസ് സഞ്ചരിക്കുക. വെൻ ആക്ഷൻ പൊട്ടൻഷ്യൽ റീച്ചസ് ദ ആക്സോൺ ടെർമിനൽ, സിനാപ്റ്റിക് വെസിക്കിൾ മൂവ് ടുവേർഡ്സ് ദ പെരിഫറി. ദേ ബ്രേക്ക് and release neurotransmitters into the synaptic cleft. These neurotransmitters bind to the receptors on the postsynaptic membrane. It creates an action potential. Okay, അപ്പോൾ സിനാപ്സിന്റെ ഭാഗം നമുക്ക് ഇത്രേ പഠിക്കാനുള്ളത്. സിനാപ്സ് എന്താണ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്താണ്, ടു ടൈപ്സ് ഓഫ് സിനാപ്സ്, ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ത്രൂ എ കെമിക്കൽ സിനാപ്സ്. ഒന്ന് ഓർത്ത് നോക്കിയേ. യെസ്, നമ്മൾ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ, നമ്മുടെ തലച്ചോറിൻ്റെ ഘടന, 10th പഠിച്ചതിന് ഒന്നുകൂടി നമ്മൾ വിശദമായിട്ട് പറയും. ബ്രെയിൻ നമുക്ക് പഠിക്കാൻ വേണ്ടി 3 ഭാഗമായി തിരിക്കാൻ പറ്റും. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. FORE എന്നാണ്, FOUR എന്നല്ല, FORE. മുൻഭാഗം, നടുഭാഗം, പിൻഭാഗം. അതിൽ ഫോർ ബ്രെയിൻ എന്ന് പറയുമ്പം അതിനകത്ത് വരുന്ന ഭാഗം, നമ്മുടെ ബ്രെയിൻ്റെ മുൻഭാഗം എന്ന് പറയുമ്പം അതിൽ ഒരാളാരാന്ന്? സെറിബ്രാണ്. സെറിബ്രം. മറ്റൊന്ന് തലാമസ്, മറ്റൊന്ന് ഹൈപ്പോ തലാമസ്. ഈ ഭാഗങ്ങളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നവരാണ് ഫോർ ബ്രെയിൻ. ഈ ചാർട്ട് തന്നെ പരീക്ഷയ്ക്ക് വരും. ഫോർ ബ്രെയിൻ കണ്ടെയ്ൻസ് സെറിബ്രം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. സെറിബ്രവും തലാമസും ഹൈപ്പോ തലാമസും, ദാറ്റ് ഈസ് കളക്റ്റീവ്ലി കോൾഡ് ഫോർ ബ്രെയിൻ. മിഡ് ബ്രെയിൻ, അതിന് ഭാഗങ്ങളൊന്നുമില്ല. മിഡ് ബ്രെയിനെ നമ്മൾ ഏത് പേരിൽ കൂടി അറിയപ്പെടും? മിഡ് ബ്രെയിനിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് കോർപ്പറ ക്വാഡ്രിഗമിന എന്ന് പറയും. കോർപ്പറ ക്വാഡ്രിഗമിന എന്നോ പറയും. ദ മിഡ് ബ്രെയിൻ ആൾസോ കോൾഡ് കോർപ്പറ ക്വാഡ്രിഗമിന. ഇനി ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദാറ്റ് ഈസ് സെറിബെല്ലം.
പിന്നെ പോൺസ് എന്ന് പറയും, പോൺസ് വെറൂലി എന്ന പേര്, പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ മെഡുല്ല. ഈ ഭാഗങ്ങളെ ഈ സെറിബെല്ലം, പോൺസ്, മെഡുല്ലയാണ് പിന്നീട് സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അത് മൂന്നിനെയും കുട്ടി നമ്മൾ വിളിക്കും ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൻ്റെ ഈ ചാർട്ട് നിങ്ങൾക്ക് അറിയണം, ഫോർ ബ്രെയിൻ, അതിൽ വരുന്ന ഭാഗം മിഡ് ബ്രെയിൻ, ആൾസോ കോൾഡ് കോർപ്പറ ക്വാഡ്രിഗമിന. ഹൈൻഡ് ബ്രെയിൻ ഈ പേര് ഇതാണ് പരീക്ഷയ്ക്ക് വന്നിരുന്നത്. ഹൈൻഡ് ബ്രെയിൻ, സെറിബെല്ലം, പോൺസ്, മെഡുല്ല. നമ്മൾ ഓരോ ഭാഗം എടുത്ത് നോക്കാം. അതിനകത്ത് ഫോർ ബ്രെയിനകത്ത് ഫസ്റ്റ് പാർട്ട് സെറിബ്രാണ്. സെറിബ്രത്തെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാം? സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഒരു മനുഷ്യൻ്റെ സെറിബ്രത്തിന് 2 ഹാഫ് ഉണ്ടാവും. നമ്മൾ സെറിബ്രൽ ഹെമിസ്പിയേഴ്സ് എന്ന് പറയും. സെറിബ്രം ഹാസ് 2 ഹെമിസ്പിയേഴ്സ്, 2 അർദ്ധഗോളങ്ങൾ ചേർത്ത പോലെ ഉണ്ടാവും. സെറിബ്രൽ ഹെമിസ്പിയേഴ്സിന് വെൻട്രലി കണക്ട് ചെയ്തുകൊണ്ട് ഒരു നെർവസ് ബാൻഡ് ഉണ്ടാവും. അങ്ങനെ സെറിബ്രത്തിൻ്റെ 2 ഹെമിസ്പിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെർവസ് ബാൻഡ് നമ്മൾ ഏകദേശം ഇവിടെ കാണിച്ചത്. ഇത് ഒരു ഹാഫേ ഉണ്ടാവും, ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് പോയി ഉണ്ടാവും. ഈ സെറിബ്രത്തിൻ്റെ 2 ഹെമിസ്പിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു നെർവസ് ബാൻഡ്, അതിനെ വിളിക്കുക നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയാം. കോർപ്പസ് കലോസം. അതേതുപോലെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ, തൈറോയ്ഡ് ഗ്ലാൻഡിനെ 2 ലോബിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇസ്തമസ്. അതേപോലെ സെറിബ്രൽ ഹെമിസ്പിയേഴ്സ് ആർ ഇങ്ങനെ ഡയഗ്രം ഒന്നുമില്ലേ നമ്മൾ വരച്ചതേ ഉള്ളൂ. സെറിബ്രൽ ഹെമിസ്പിയേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും, ഇന്നർ സൈഡിന് മെഡുല്ല എന്ന് പറയും. കോർട്ടെക്സ് അതിനകത്ത് എന്തായിരിക്കും സെൽ ബോഡി ഉണ്ടാവുക. ഒരുപാട് ന്യൂറോൺസിനെ സെൽ ബോഡി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. സെൽ ബോഡിയുടെ കളർ എന്തായിരിക്കും? ഗ്രേ ആയിരിക്കും. ബ്രെയിനകത്തുള്ള ന്യൂറോൺസ് ഒക്കെ മൈലിൻ ഷീത്തുള്ള ന്യൂറോണാണ്. അപ്പം 2 കളർ ഉണ്ടാവും. സെൽ ബോഡിക്ക് ഗ്രേയും, ആക്സോണിന് മൈലിൻ ഷീത്തുള്ളതുകൊണ്ട് വൈറ്റും. അപ്പോൾ ഒരുപാട് ന്യൂറോൺസിനെ സെൽ ബോഡി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ദറ്റ് ഈസ് ഗ്രേ മാറ്റർ. ദ സെറിബ്രൽ കോർട്ടെക്സ് നമ്മൾ ഫോംഡ് ബൈ ഗ്രേ മാറ്റർ എന്ന് പറയും. ഗ്രേ നിറമുള്ള വസ്തു ഉള്ളത് അക്യുമുലേഷൻ ഓഫ് ദ സെൽ ബോഡീസ് ഓഫ് ദ ന്യൂറോൺ. സെറിബ്രൽ മെഡുല്ല ഫോംഡ് ബൈ വൈറ്റ് മാറ്റർ ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ദ മൈലിനേറ്റഡ് ആക്സോൺ പാർട്ട് ഓഫ് ദ ന്യൂറോൺ. സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ പറയുന്നത്, സെറിബ്രത്തിനകത്ത് നമുക്കറിയാം അതിൻ്റെ സർഫേസിൽ ഒരുപാട് ട്യൂബുകൾ ഉണ്ടാകും. സെറിബ്രം ഹാസ് സെവറൽ കൺവല്യൂഷൻ. അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ ദ അക്കോമഡേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ന്യൂറോൺസ്. ഒരുപാട് ന്യൂറോൺസിനെ അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഏറ്റവും കൺവല്യൂഷൻ ഉള്ള ബ്രെയിൻ ആർക്കാന്ന്? ഹ്യൂമൻ ബീങ്സിനാണ്. അപ്പം ന്യൂറോൺസിൻ്റെ എണ്ണം കൂടും, അപ്പോൾ നമ്മളെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടും. സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ ഒന്ന് സെൻറ്റർ ഓഫ് മെമ്മറി, തിങ്കിങ്, ലേണിംഗ്, ഇമോഷൻ, ജഡ്ജ്മെൻറ്റ്, പേഴ്സണാലിറ്റി എക്സെട്ര. നമ്മൾ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരാന്ന്? സെറിബ്രാണ്. സെൻറ്റർ ഓഫ് മെമ്മറി, ചിന്ത, തിങ്കിങ്, പഠനം, ലേണിംഗ്, ഇമോഷൻ, വൈകാരിക പ്രശ്നങ്ങൾ, നമ്മൾ സന്തോഷവും സങ്കടവും ഒക്കെ. അപ്പം തിങ്കിങ്, ലേണിംഗ്, ഇമോഷൻ, ജഡ്ജ്മെൻറ്റ്, പേഴ്സണാലിറ്റി, മെമ്മറി എക്സെട്ര. മറ്റൊന്ന് ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ്, ടച്ച്. നമ്മുടെ സെൻസ് ഓർഗൻസിലൊക്കെ കേന്ദ്രം ആരാന്ന്? സെറിബ്രാണ്. അപ്പം കാഴ്ച, കേൾവി, ഗന്ധം ഇതിനൊക്കെ കേന്ദ്രം. സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ്, ടച്ച്. ഓക്കെ, അപ്പോൾ സെറിബ്രത്തെ പറ്റി നമുക്ക് ഇത്രയും പറയാം. രണ്ടാമത്തെ ഭാഗത്ത് തലാമസ് ആണ്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർ ബ്രെയിൻ, തലാമസ്. തലാമസിന്റെ പ്രത്യേകത സെറിബ്രത്തിലേക്ക്, തലാമസ് എന്ന് പറയുമ്പോൾ ഇതാണ്, സെറിബ്രത്തിലേക്ക് ഏത് ഭാഗത്ത് നെർവൽസ് പോകണോ തലാമസ് കടന്നാൽ പോവുക. സെറിബ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തേക്ക് നെർവൽസ് പോകണോ തലാമസ് കടക്കണം. തലാമസിന്റെ പണി ഇറ്റ് ഈസ് ഹെൽപ്സ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് ബിറ്റ്വീൻ ദ സെറിബ്രം ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രവും ബ്രെയിനിന്റെ പല ഭാഗവും തമ്മിൽ നെർവ് ഇമ്പൾസിന്റെ കൈമാറ്റത്തിന് സഹായിക്കുന്നു. നമ്മൾ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരി കഴിച്ചാൽ അത് എവിടെ ആക്ട് ചെയ്യുക? തലാമസിലാണ്. പിന്നെ തലാമസ് ഇല്ല, താഴെ നിന്ന് വരുന്ന പെയിൻ്റെ ഇമ്പൾസിന് സെറിബ്രത്തിലേക്ക് കടത്തിവിടില്ല. അപ്പോൾ നമുക്ക് വേദന ഉണ്ടാവും, പക്ഷെ അത് അറിയാനുള്ള, അനുഭവിക്കാനുള്ള കഴിവുണ്ടാകില്ല. അപ്പോൾ പെയിൻ കില്ലേഴ്സ് ആക്ട് ഓൺ തലാമസ് ആൻഡ് ഇൻഹിബിറ്റ് ദ കണ്ടക്ഷൻ ഓഫ് പെയിൻ ഇമ്പൾസസ് ടു ദ സെറിബ്രം. അപ്പോൾ തലാമസിന്റെ പണി കോർഡിനേഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് ബിറ്റ്വീൻ ദ സെറിബ്രം ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രവും ബ്രെയിനിന്റെ മറ്റു ഭാഗങ്ങളും തമ്മിൽ നെർവ് ഇമ്പൾസിന്റെ കൈമാറ്റത്തിന് ഏകോപിപ്പിക്കുന്നു. ഇനി ഹൈപ്പോ തലാമസ്, ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ്റെ ഏറ്റവും താഴ്ഭാഗം നമ്മൾ ഏകദേശം ഇവിടെ കാണിക്കുന്നത് തലാമസ്, ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെന്റർ ഓഫ് ഹങ്കർ, തേഴ്സ്റ്റ്, വാട്ടർ ബാലൻസ്, ടെമ്പറേച്ചർ റെഗുലേഷൻ. വിശപ്പ്, ദാഹം, നമ്മുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന കാര്യമാണ് ഹൈപ്പോ തലാമസ്. സെന്റർ ഓഫ് ഹങ്കർ, തേഴ്സ്റ്റ്, വാട്ടർ ബാലൻസ്, ടെമ്പറേച്ചർ റെഗുലേഷൻ. ഹൈപ്പോ തലാമസ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺസ്, ന്യൂറോ ഹോർമോൺസ് ലൈക്ക് റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ഓക്സിറ്റോസിൻ, വാസോപ്രസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ഈ ഹോർമോൺസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരുന്നു ഹൈപ്പോ തലാമസ്. അപ്പോൾ ഫോർ ബ്രെയിനെ പറ്റി ഇത്രയും പറയണം. സെറിബ്രം, അതിന് 2 ഹെമിസ്പിയേഴ്സ് ഉണ്ട്, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കോർപ്പസ് കലോസം, അതിൻ്റെ ഫംഗ്ഷൻ. സെറിബ്രം ഫംഗ്ഷൻ, തലാമസ് ഫംഗ്ഷൻ, കോർഡിനേഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് ബിറ്റ്വീൻ സെറിബ്രം ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ഹൈപ്പോ തലാമസ് അതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്നത് മിഡ് ബ്രെയിൻ.
ബ്രെയിൻ്റെ സെറിബ്രവും സെറിബലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്താണ് ആൾമോസ്റ്റ് ഹിഡൻ ബൈ ദ സെറിബ്രം. സെറിബ്രം കൊണ്ട് മിക്കവാറും മൂടപ്പെട്ടിരിക്കും. ഒരു ബ്രെയിൻ്റെ മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ കരുതി നമ്മൾ ഇതിനകത്ത് 4 റൗണ്ടഡ് ലോബ്സ് ഉണ്ടാവും. അത് ആ പേരിന് കാരണം ക്വാഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 4 നടത്തം. ദ മിഡ് ബ്രെയിൻ കണ്ടെയ്ൻ 4 റൗണ്ടഡ് ലോബ്സ്. 4 ലോബുകളുണ്ടാവും, മടക്കലുണ്ടാവും, ദളങ്ങളുണ്ടാവും. സോ ഇറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് കോൾഡ് കോർപ്പറ ക്വാഡ്രിഗെമിന എന്ന് പറയും. അതിൽ അപ്പർ ലോബ്സിന് വിളിക്കും നമ്മൾ ഒപ്റ്റിക് ലോബ്സ് പറയും. ലോവർ ലോബ്സ് ആർ കോൾഡ് ഓഡിറ്ററി ലോബ്സ് പറയും. അപ്പർ ഒപ്റ്റിക് ലോബ്സും ലോവർ ഓഡിറ്ററി ലോബ്സും. ഈ മിഡ് ബ്രെയിൻ്റെ പണി എന്താണെന്നു സെൻറ്റർ ഓഫ് ക്രാനിയൽ റിഫ്ലെക്സ് എന്ന് പറയും. നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാനുണ്ട്. റിഫ്ലെക്സ് ആക്ഷൻ 2 തരമുണ്ട്. സ്പൈനൽ കോഡ് നിയന്ത്രിക്കുന്ന റിഫ്ലെക്സ് ആക്ഷൻ, സ്പൈനൽ റിഫ്ലെക്സ്. ബ്രെയിൻ തന്നെ നിയന്ത്രിക്കുന്നല്ലേ. നമ്മൾ കണ്ണിലേക്ക് തീവ്രമായി വെളിച്ചം വരുമ്പോൾ കൺപോൾ അടയ്ക്കുന്നു. അതൊക്കെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന റിഫ്ലെക്സ് ആക്ഷന്. അതിനെ ക്രാനിയൽ റിഫ്ലെക്സ് എന്ന് പറയും. അതിൻ്റെ കേന്ദ്രം ആരാന്ന്? ഈ മിഡ് ബ്രെയിൻ ആണ്, സെൻറ്റർ ഓഫ് ക്രാനിയൽ റിഫ്ലെക്സ്. ഇനി ഹൈൻഡ് ബ്രെയിൻ ആണെങ്കിൽ സെറിബെല്ലം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ സെൻറ്റർ ഓഫ് ബോഡി ബാലൻസ്, സെൻറ്റർ ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് പോസ്ചർ എന്ന് ഇവിടെ പറയാം. പോസ്ചർ ആൻഡ് ഇക്വിലിബ്രിയം. പോസ്ചർ അല്ല, പോസ്ചർ. പോസ്ചർ എന്ന് പറഞ്ഞാൽ ശരിയായ ഘടന, നമ്മുടെ ശരിയായ നടത്തം, ശരിയായ ഇരുത്തം, അതൊക്കെ ആ ഒരു ശരിയായ ഘടനയ്ക്ക് നമ്മുടെ ബോഡി സ്ട്രക്ചർ കറക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളാണ് സെറിബ്രാൻ, സെൻറ്റർ ഓഫ് പോസ്ചർ ആൻഡ് ഇക്വിലിബ്രിയം, ബോഡി ബാലൻസ്. ആൽക്കോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ആരെയെ ബാധിക്കുക? സെറിബലത്തെ ബാധിക്കുക, നമ്മുടെ ബാലൻസ് കിട്ടാത്തത്. ഇനി പോൺസ് എന്ന് പറയുമ്പോൾ ഇതാ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഹൈൻഡ് ബ്രെയിൻ. പോൺസിന് പണി സെറിബല്ലത്തിനും ഹെമിസ്പിയേഴ്സ് ഉണ്ട്, സെറിബെല്ലാർ ഹെമിസ്പിയേഴ്സ്. അതിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് പോൺസ് ആണ്. ഈ സെറിബലത്തിന് 2 പാർട്ടുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് നെർവൽസ് കണ്ടക്ട് ചെയ്യില്ല. നെർവൽസ് എന്താ പോൺസോടെ കടന്ന് ഇങ്ങോട്ട് പോവാം, ഇവിടെ ഇങ്ങോട്ട് വരും. അപ്പോൾ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ബിറ്റ്വീൻ സെറിബെല്ലാർ ഹെമിസ്പിയേഴ്സ്. സെറിബെല്ലാർ ഹെമിസ്പിയേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നെർവൽസിൻ്റെ സഞ്ചാരത്തിന് എളുപ്പമാക്കുന്ന ആളാണ് പോൺസ് ആണ്. ആക്ച്വലി ഈ സെറിബെല്ലത്തിൻ്റെ 2 ഹെമിസ്പിയേഴ്സിനോടുള്ള ഒരു ബ്രിഡ്ജ് ആണ് പോൺസ്. ഇതിലൂടെ കടക്കാൻ ഇങ്ങോട്ട് പോകും, ഇതിലൂടെ കടന്ന് ഇങ്ങോട്ട് വരും. കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ബിറ്റ്വീൻ സെറിബെല്ലാർ ഹെമിസ്പിയേഴ്സ്. ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണെങ്കിൽ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്. ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇസ് കോൾഡ് സ്പൈനൽ കോഡ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ പണി നിങ്ങൾക്ക് അറിയാം എന്താണ്? സെൻറ്റർ ഓഫ് ഹാർട്ട് ബീറ്റ്, സർക്കുലേഷൻ, റെസ്പിറേഷൻ. ഓക്കെ, നമ്മുടെ ശ്വസനവും അതേപോലെ ഹൃദയസ്പന്ദനമൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതുകൊണ്ട് മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ സഡൻ ഡെത്ത് ആയിരിക്കും. സ്റ്റോപ്പേജ് ഓഫ് ഹാർട്ട് ബീറ്റ്, ഡെത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ മെഡുല്ല അങ്ങനെ ഓർത്താൽ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ പറയാൻ പറ്റും. സെൻറ്റർ ഓഫ് ഹാർട്ട് ബീറ്റ്, സർക്കുലേഷൻ, റെസ്പിറേഷൻ. ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് കഫിങ്, സ്നീസിങ്, വോമിറ്റിംഗ്, സലൈവേഷൻ. മറ്റൊന്ന് ചുമ, തുമ്മൽ, ഛർദി, അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയണം ബ്രെയിന് കവർ ചെയ്തുകൊണ്ട് ഒരു 3 ലെയേർഡ് മെംബ്രെയിൻ ഉണ്ടാവും. ബ്രെയിനും ശരിക്കും സ്പൈനൽ കോഡും അത് മൊത്തം കവർ ചെയ്തുകൊണ്ടുള്ള ആ 3 ലെയറുള്ള മെംബ്രെയിൻ വിളിക്കും നമ്മൾ മെനിഞ്ചസ് എന്ന് പറയും. ബ്രെയിനെ കവർ ചെയ്ത് നമ്മൾ ക്രാനിയൽ മെനിഞ്ചസ് എന്ന് പറയും. അപ്പോൾ ബ്രെയിൻ കവേർഡ് ബൈ എ മെംബ്രെയിൻ. ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് 2 ലെയർഡ് മെംബ്രെയിൻ ആയിരുന്നു പെരികാർഡിയം. ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് പ്ലിയൂറ. അതേപോലെ ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്രത്യേകത 3 ലെയർ ഉണ്ടാവും. അപ്പോൾ ബ്രെയിനെ കവർ ചെയ്ത് കാണുന്ന 3 ലെയറുള്ള മെംബ്രെയിൻ, ആ മെംബ്രെയിൻ മൊത്തം വിളിക്കുമ്പോൾ എന്താണോ മെനിഞ്ചസ് എന്ന് പറയും. ഓരോ ലെയേഴ്സിനും പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും ദ ബ്രെയിൻ ഈസ് കവേർഡ് ബൈ 3 ലെയർഡ് മെംബ്രെയിൻ കോൾഡ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിൻ്റെ ഓരോ ലെയറും ഔട്ടർ ലെയറിന് പേര് ഡുറാ മാറ്റർ എന്ന് പറയുക. ഡുറാ മാറ്റർ. മാറ്റർ സ്പെല്ലിംഗ് MATTR എന്നല്ല, TR. നമ്മൾ ലെയർ എന്ന അർത്ഥം. ഡുറാ മാറ്റർ. മിഡിൽ അരാക് നോയിഡ് മാറ്റർ എന്ന് പറയും. അരാക് നോയിഡ്. ഇന്നർ ലെയറിന് പേര് പയ മാറ്റർ എന്ന് പറയും. ഔട്ടർ ഡുറാ മാറ്റർ, ഇന്നർ പയ മാറ്റർ, മിഡിൽ അരാക്നോയിഡ് മാറ്റർ. ഈ ലെയേഴ്സിനൊക്കെ ഇടയ്ക്കുള്ള സ്പേസ് ഇല്ലേ, ആ സ്പേസിൽ എന്തുണ്ടാവും? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ഈ മെനിഞ്ചസ് എന്ത് ചെയ്യുന്നു? ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഷോക്ക് എന്ന് ഇവിടെ നമ്മളൊരു ആഘാതം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഫോഴ്സ് ഉള്ളോട്ട് പോയില്ല. അങ്ങനെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറാണ് മെനിഞ്ചസ്. Brain is covered by 3 layered membrane called meninges. The layers are outer dura matter, inner pia matter, middle arachnoid matter. The space present between these layers filled with the cerebrospinal fluid. Okay, brain structure നമ്മൾ ഇങ്ങനെ പഠിക്കണം. ഓരോ ഭാഗവും അതിന്റെ ഫംഗ്ഷൻ. ബ്രെയിനിൻ്റെ നമ്മൾ ആ ചാർട്ട് ടാബിൾ പോലെ പഠിച്ചു നോക്കണം. ബ്രെയിനിൻ്റെ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, അതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയണം. അതിൽ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും? ബ്ലാങ്ക് ആയിട്ട് ക്വസ്റ്റിനെ തന്നു കഴിഞ്ഞാൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റണം. പിന്നെ ഓരോ ഭാഗവും അതിൻ്റെ ഫംഗ്ഷൻ. യെസ്, നമുക്ക് നോക്കാനുള്ളത് റിഫ്ലെക്സ് ആക്ഷനാണ്. റിഫ്ലെക്സ് ആക്ഷൻ 10th പഠിച്ച ഭാഗമാണ് റിഫ്ലെക്സ് പ്രവർത്തനം. റിഫ്ലെക്സ് എന്താ റിഫ്ലെക്സ് ആക്ഷൻ? സ്പോണ്ടേനിയസ് ഇൻവോളണ്ടറി
ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റി എന്ന് പറയും. സ്പോണ്ടേനിയസ്, ഇൻവോളണ്ടറി ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ടു എ പെർട്ടിക്കുലർ സ്റ്റിമുലസ്. ചില പ്രത്യേക സ്റ്റിമുലസിനോട് ബോഡി കാണിക്കുന്ന പെട്ടെന്നുള്ള പ്രതികരണം. സ്പോണ്ടേനിയസ് ആയിരിക്കും, അത് ഇൻവോളണ്ടറി ആയിരിക്കും, അൺകോൺഷ്യസ് ആയിരിക്കും. ടു എ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ഇസ് കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ. ഓക്കെ, റിഫ്ലക്സ് ആക്ഷൻ എക്സാമ്പിൾ സഡൻ വിത്ത്ഡ്രോവൽ ഓഫ് ദ ഹാൻഡ്സ് വെൻ ഇറ്റ് ടച്ചസ് ഓൺ എ ഹോട്ട് ഒബ്ജക്ട്. ഒരു ചൂടുള്ള വസ്തുവിൽ കൈ തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ പിൻവലിക്കുന്നു. സഡൻ വിത്ത്ഡ്രോവൽ ഓഫ് ഹാൻഡ്സ് വെൻ ഇറ്റ് ടച്ചസ് ഓൺ എ ഹോട്ട് ഒബ്ജക്ട്. ദ ക്ലോഷർ ഓഫ് ഐലിഡ്, കൺപോൾ അടയ്ക്കും. വെൻ എ ബീം ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ്, തീവ്രമായ വെളിച്ചം കണ്ണിലേക്ക് വരുമ്പോൾ. മറ്റൊന്ന് നീ ജർക്ക് ഫെനോമെനൻ എന്ന് പറയും. നീ ജർക്ക്, നീ എന്ന് പറഞ്ഞാൽ കാൽമുട്ട്. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പറയുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ നീ ജർക്ക് ഫെനോമെനൻ. കാൽമുട്ട് എന്ത് ചെയ്യും, നമ്മൾ താഴെ തറയിൽ തട്ടാതെ നമ്മൾ കാല് തൂക്കി വെച്ചിട്ട് നമ്മുടെ നീ ക്യാപ്പില്ലേ, നീ ക്യാപ്പിൻ്റെ ഭാഗത്ത് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കാല് പെട്ടെന്ന് മുന്നോട്ടേക്ക് ഇങ്ങനെ ചാടും. ഒരു ജർക്കിംഗ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് നീ ജർക്ക് ഫെനോമെനൻ. ആ നീ ജർക്ക് ഫെനോമെനൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം ടെക്സ്റ്റിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ സ്പോണ്ടേനിയസ്, ഇൻവോളണ്ടറി ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ടു എ പർട്ടിക്കുലർ സ്റ്റിമുലസ് ഇസ് കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ. Example, sudden withdrawal of the hands when it touches on a hot object, knee jerk phenomenon. എന്ന് നോക്കി നിങ്ങൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ സമയത്ത് നെർവ് ഇമ്പൾസ് കടന്നു പോകുന്ന വഴിയുണ്ട്. ആ റൂട്ടിന് വരാവുന്ന റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. ദ പാത്വേ ഓഫ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഡ്യൂറിങ് റിഫ്ലക്സ് ആക്ഷൻ ഇസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക്. അപ്പോൾ എന്താണ് റിഫ്ലക്സ് ആർക്ക്? നമ്മൾ സിനാപ്സും സിനാപ്റ്റിക് ക്ലഫ്റ്റും പഠിച്ച പോലെ ദ പാത്വേ ഓഫ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഡ്യൂറിങ് റിഫ്ലക്സ് ആക്ഷൻ. ഒരു റിഫ്ലക്സ് ആക്ഷൻ്റെ ഭാഗമായിട്ട് നെർവ് ഇമ്പൾസ് കടന്നു പോകുന്ന റൂട്ടാണ് റിഫ്ലക്സ് ആർക്ക് എന്നതോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു റിഫ്ലക്സ് ആർക്കാണ് വരച്ചത്. ഒരു റിഫ്ലക്സ് ആർക്കിനകത്ത് 5 കമ്പോണൻസ് ഉണ്ടാവും, 5 ഘടകങ്ങളുണ്ടാവും. ഒന്ന് നമ്മൾ ആരാന്ന് റെസിപ്റ്റർ എന്ന് പറയാം. റെസിപ്റ്റർ, ഇയാളാണ് ആദ്യമായിട്ട് അത് സ്റ്റിമുലസിനെ വാങ്ങുക. റെസിപ്റ്റർ റിസീവ് ദ സ്റ്റിമുലസ് ആൻഡ് പ്രൊഡ്യൂസ് നെർവ് ഇമ്പൾസ്. ഓക്കെ, ഇപ്പം നമ്മൾ ചൂടുള്ള വസ്തു ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നായിരിക്കും റെസിപ്റ്റർ. അപ്പം റെസിപ്റ്റർ റിസീവ് ദ സ്റ്റിമുലസ് ആൻഡ് പ്രൊഡ്യൂസ് നെർവ് ഇമ്പൾസ്. ഇനി ആ നെർവ് ഇമ്പൾസ് ഇത് സ്പൈനൽ കോഡിൻ്റെ സെക്ഷനാണ്. ആ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ആളെ പേര് സെൻസറി നെർവ് അല്ലെങ്കിൽ എഫറന്റ് നെർവ് എന്ന് പറയും. എഫറന്റും സെൻസറി ഒന്നിനല്ല, എഫറന്റ് നെർവ് ഓർ സെൻസറി നെർവ്. ഈ എഫറന്റ് നെർവ് എപ്പോഴും ഉണ്ടാകും, ഒരു ബൾബസ് പോർഷൻ ഉണ്ടാകും, റൂട്ട് ഗാംഗ്ലോൺ എന്ന് പറയും. അത് നമ്മൾ നോക്കണമെന്നില്ല. എഫറന്റ് നെർവ്, ഇപ്പോൾ റെസിപ്റ്റർ നിന്ന് എഫറന്റ് നെർവ് വഴി ഇങ്ങോട്ട് വരും, സ്പൈനൽ കോഡിലേക്ക് വരും. സ്പൈനൽ കോഡ് നിങ്ങൾക്കറിയാം ഔട്ടർ വൈറ്റ് മാറ്റർ ആയിരിക്കും, ഇന്നർ ഗ്രേ മാറ്റർ ആയിരിക്കും. കാരണം പറയുക ന്യൂറോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് സെൽ ബോഡി സെൻറ്ററിലേക്കും ആക്സോൺ പുറത്തേക്കാണ് ഉണ്ടാവുക. ആ സ്പൈനൽ കോഡിന് ഉള്ളിലാരുണ്ടാവും ഒരു കണക്റ്റിംഗ് ന്യൂറോൺ ഉണ്ടാവും, ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ കണക്റ്റിംഗ് ന്യൂറോൺ. ഇയാൾ എന്ത് ചെയ്യും, ഈ എഫറന്റിനെയും ഇഫറന്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം നെർവ്സ് നേരെ ഇതിലൂടെ പോരും. ഇതിന് പേരാണ് കണക്റ്റിംഗ് ന്യൂറോൺ ഓർ ഇന്റർ ന്യൂറോൺ. ഇത് നെർവാണ്, കുറേ ന്യൂറോൺസ് ഉണ്ടാവും. ഇതൊരൊറ്റ ന്യൂറോണാണ്, കണക്ട് എഫറന്റ് ആൻഡ് ഇഫറന്റ്. ഇയാളുടെ പേര് ഇഫറന്റ് നെർവ് എന്ന് അല്ലെങ്കിൽ മോട്ടോർ നെർവ്. ഇഫറന്റ് നെർവ് അല്ലെങ്കിൽ മോട്ടോർ അല്ലേ. സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്രെയിൻ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ മോട്ടോർ നെർവ് എന്ന് പറയും. അപ്പോൾ efferent nerve or sensory nerve, it carries the nerve impulse from receptor to the spinal cord. Interneuron or connecting neuron, it connect efferent nerve to efferent nerve. Efferent nerve carries nerve impulse from spinal cord to the effector organ എന്ന് പറയും, effector organ. അവസാനം റിഫ്ലക്സ് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ ഇയാളായിരിക്കും. അത് നമ്മൾ കൈയിൻ്റെ മസിലാകാം, കാലിൻ്റെ മസിലാകാം, ആരാകാം. അപ്പം എഫറന്റ് നെർവ് എന്ത് ചെയ്യും, സ്പൈനൽ കോഡിൽ നിന്ന് ഇയാളിലേക്ക് എത്തിക്കും. ഇത് റിസീവ് ദ നെർവ് ഇമ്പൾസ് ആൻഡ് ആക്ട് ഇമ്മീഡിയറ്റ്ലി, ഒരു പെട്ടെന്നുള്ള പ്രവർത്തനം കാഴ്ചവെക്കും. ആ പ്രവർത്തനം നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ്റെ ഭാഗമായിട്ട് നെർവ് ഇമ്പൾസ് കടന്നു പോകുന്ന വഴിയാണ് ഒരു ആർക്ക് ഷേപ്പാണ് വന്നിട്ട് തിരിച്ചു പോരും. സോ റിഫ്ലക്സ് ആർക്ക്. The pathway of nerve impulse transmission during reflex action is called reflex arc. Reflex arc contains receptor, receive stimulus, produce nerve impulse. Afferent nerve carry nerve impulse from receptor to spinal cord. Connecting neuron connect afferent nerve to അങ്ങോട്ട് പോകുന്നാൽ afferent, ഇങ്ങോട്ട് വരുന്നാൽ efferent. മാറിപ്പോരുതേ, afferentum efferentum, അങ്ങോട്ട് ഇങ്ങോട്ട്. Connecting neuron, then efferent nerve carries nerve impulse from spinal cord to effector organ. Effector organ receive the nerve impulse and act immediately. ഇത് നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി സ്കീമാറ്റിക് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ബോക്സ് ആയി കാണിക്കുക. ഇത് റെസിപ്റ്റർ ആയിരിക്കും, ഇത് എഫറന്റ് നെർവ്, ഇത് കണക്റ്റിംഗ് ന്യൂറോൺ, ഇഫറന്റ് നെർവ്, ഇഫക്ടർ ഓർഗൻ. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഷോയിങ് റിഫ്ലക്സ് ആർക്കായി. റെസിപ്റ്റർ, എഫറന്റ് നെർവ്,
ഇന്റർന്യൂറോൺ, ഇഫറന്റ് നെർവ്, ഇതായിരുന്നു ഇഫക്ടർ ഓർഗൻ. പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി. നമുക്കൊണ്ട് സ്ട്രക്ചർ ഓഫ് ഐ ആണ് കണ്ണിൻ്റെ ഘടന. 10th പഠിച്ച ഭാഗം തന്നെയാണ്. ഐ ഈസ് ദ ഓർഗൻ ഓഫ് വിഷൻ എന്നാണ് പറയുമ്പോൾ, കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അവയവമാണ് കണ്ണ്. കണ്ണിനകത്തുള്ള ലൈറ്റ് റേസ് തട്ടുമ്പോൾ നെർവ് ഇമ്പൾസ് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസിപ്റ്റേഴ്സ് വിളിക്കുമ്പോൾ ഫോട്ടോ റെസിപ്റ്റേഴ്സ് എന്ന് പറയും. ഐ കണ്ടെയ്ൻ ഫോട്ടോ റെസിപ്റ്റേഴ്സ്. കണ്ണിൻ്റെ ഭിത്തിക്ക് 3 പാളിയുണ്ട്. ഒരു ബൈകോൺവെക്സ് ലെൻസ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ കാണുന്ന ഫോട്ടോ സെൻസിറ്റീവ് ലെയറിൻ്റെ പേരാണ് റെറ്റിന എന്ന് പറയും. റെറ്റിനയിലാണ് റോഡ്സ് ആൻഡ് കോൺസ് ഉണ്ടാവുക. Yes, eyes are the organs of vision. Eyes contain photoreceptors. The wall of the eye has 3 layers. Outer sclera, ഏറ്റവും പുറമേ കാണുന്ന വൈറ്റ് ഒപ്പാക് ലെയറിൻ്റെ പേരാണ് സ്ക്ലീറ എന്ന് പറയും. സ്ക്ലീറ. ഇറ്റ് ഈസ് വൈറ്റ് ഒപ്പാക് ലെയർ. ഇതിന് പ്രത്യേകത എന്താണെന്ന്, ഫ്രണ്ട് പാർട്ട് എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബൾജ്ഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. ബൾജ് ചെയ്ത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. ദറ്റ് ഈസ് കോൾഡ് കോർണിയ എന്ന് പറയും. അപ്പോൾ സ്ക്ലീറയും കോർണിയ ഒന്ന് തന്നെയാണ്. സ്ക്ലീറയുടെ ഫ്രണ്ട് പാർട്ട് വരാൻ കോർണിയ. കോർണിയ കവർഡ് ബൈ എ ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ കോൾഡ് കൺജങ്ക്റ്റീവ എന്ന് പറയും. Okay, the middle layer that is called choroid എന്ന് പറയും. choroid, it is highly vascular pigmented layer. അതിനകത്ത് മെലാനിൻ പിഗ്മെന്റ് ഉണ്ടാവും. ഹൈലി വാസ്കുലർ ലെയർ ആയിരിക്കും. അത് ബിഹൈൻഡ് ദ കോർണിയ ഈ കൊറോയിഡിലെ കൊറോയിഡ് നമ്മൾ വിളിക്കുക കൊറോയിഡ് ബിഹൈൻഡ് ദ കോർണിയ കൊറോയിഡ് ഇസ് കോൾഡ് ഐറിസ്. അപ്പോൾ സ്ക്ലീറയുടെ ഫ്രണ്ട് പാർട്ട് കോർണിയ, കൊറോയിഡിന്റെ ഫ്രണ്ട് പാർട്ട് ഐറിസ്. ബിഹൈൻഡ് ദ കോർണിയ the choroid is flattened. It is called iris. Irisന് സെൻട്രൽ ഒരു ഹോൾ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ദ ഓപ്പണിംഗ് ഇസ് കോൾഡ് പ്യൂപ്പിൾ എന്ന് പറയും. ഐറിസിന്റെ ബേസിൽ ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് സീലിയറി ബോഡി എന്ന് പറയും. The disc like structure present at the base of the iris is called ciliary body. The biconvex lens is attached to the ciliary body by ligaments എന്ന് പറയും. ഇതിന്റെ ഈ ലെൻസിന്റെ സൈഡിൽ നിന്ന് വരുന്ന നാരുകൾ കൊണ്ട് എന്ത് ചെയ്യും, അതിനടുത്ത് ഈ സീലിയറി ബോഡിക്ക് അത് കണക്ട് ചെയ്യും. ആ നാരുകൾ വിളിക്കുമ്പോൾ ലീഗമെന്റ്സ് പറയും. ദ ഇന്നർമോസ്റ്റ് ഫോട്ടോ സെൻസിറ്റീവ് ലെയർ, നമ്മൾ കണ്ണിനകത്ത് ഒരു ക്യാമറയിലെ ഫിലിം പോലെ കാണപ്പെടുന്ന ലെയർ അതാണ് റെറ്റിനയാണ്. ജസ്റ്റ് ലൈക്ക് ദ ഫിലിം ഇൻ എ ക്യാമറ. കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവുക, ഫിലിമിലുണ്ടാവുക. അതുപോലെ നമ്മൾ കാണുമ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവുക, കണ്ണിലെ റെറ്റിനയിലുണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് ഫോട്ടോ റെസിപ്റ്റേഴ്സ് നെയിംലി റോഡ്സ് ആൻഡ് കോൺസ്. അങ്ങനെ ഈ ന്യൂറോൺസ് ഉണ്ടാകുന്ന അതിൻ്റെ ആക്സോൺ പാർട്ടൊക്കെ കൂടിച്ചേർന്ന് ഒരു നെർവ് ഉണ്ടാകും. നമ്മളതിനെ ഒപ്റ്റിക് നെർവ് എന്ന് പറയും. ഇറ്റ് കണക്ട് ദ ഐ ടു ദ സെറിബ്രം. കണ്ണ് നമ്മൾ സെറിബ്രമായിട്ട് കണക്ട് ചെയ്യുമ്പം കണ്ണകത്ത് നെർവ് ഇമ്പൾസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഈ ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിൽ വരുമ്പോൾ നമുക്ക് കാഴ്ചയുള്ള അനുഭവം ഉണ്ടാകും. അപ്പോൾ കണ്ണിൻ്റെ ഭിത്തിയിൽ 3 ലെയറാണ്. ഔട്ടർ സ്ക്ലീറ, ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ആ സ്ക്ലീറ ഒപ്പാക്ക് ആയിരിക്കും, പക്ഷേ ഫ്രണ്ടിൽ എന്തായിരിക്കും, ദ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ദ ട്രാൻസ്പെറന്റ് പാർട്ട് ഓഫ് ദ സ്ക്ലീറ ഇസ് കോൾഡ് കോർണിയ. ഇറ്റ് ഇസ് കവർഡ് ബൈ എ ട്രാൻസ്പെറന്റ് മെംബ്രെയിൻ കോൾഡ് കൺജങ്ക്റ്റീവ. അതിന് പൊതിഞ്ഞുകൊണ്ട് നേരത്തെ പാടയുണ്ടാവും കൺജങ്ക്റ്റീവ. The second layer is choroid. This highly vascular layer, blood supply ഉള്ള ലെയർ നമ്മൾ രക്തപടൽ എന്ന് പറയും. Behind the cornea it is called iris. At the center of the iris there is an opening called pupil. The lens crystalline biconvex lens ആയിരിക്കും. The innermost layer is called retina. ഇനി നമ്മൾ കണ്ണിനകത്ത് കുറേ ടേംസിൻ്റെ ഡിഫറൻസ് നോക്കണം. റോഡ്സ്, കോൺസ്. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ റോഡ്സ് ആൻഡ് കോൺസ്? അതേപോലെ മറ്റൊരു ടേമാണ് എക്വസ് ചേംബറും വിട്രിയസ് ചേംബറും. അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട്, യെല്ലോ സ്പോട്ട്. നമ്മൾ ആദ്യം നോക്കുക, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റോഡ്സ് ആൻഡ് കോൺസ്. റോഡ്സും കോൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റോഡ്സ് കണ്ടെയ്ൻ റോഡോപ്സിൻ, ഒരു പിഗ്മെന്റ് ഉണ്ടാകും. റോഡോപ്സിൻ, കോൺസിനകത്ത് പിഗ്മെന്റ് പേര് അയോഡോപ്സിൻ എന്ന് പറയും. റോഡ്സ് കണ്ടെയ്ൻ റോഡോപ്സിൻ, കോൺസ് കണ്ടെയ്ൻ അയോഡോപ്സിൻ. മറ്റൊരു പ്രത്യേകത, റോഡ്സ് എന്താണ്, ഡു നോട്ട് ഹെൽപ്പ് ഇൻ കളർ വിഷൻ. കോൺസ് ഹെൽപ്പ് ഇൻ കളർ വിഷൻ, നിറങ്ങളെ കാണാൻ വേണ്ടി സഹായിക്കും. റോഡ്സ് ഹെൽപ്പ് us ടു സീ ഇൻ ഡിം ലൈറ്റ്. മങ്ങി വിളിച്ച് കാണാൻ സഹായിക്കുന്നത് റോഡ്സ് ആണ്. നമ്മളതിന് സ്കോട്ടോപ്പിക് വിഷൻ എന്ന് പറയാം. റോഡ്സ് ഹെൽപ്പ് ഇൻ സ്കോട്ടോപ്പിക് വിഷൻ, കോൺസ് ആണെങ്കിൽ ഹെൽപ്പ് ഇൻ ഫോട്ടോപ്പിക് വിഷൻ എന്ന് പറയും.
ബ്രൈറ്റ് ലൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് കോൺസ്. ദ വിഷൻ ഇൻ ബ്രൈറ്റ് ലൈറ്റ് ഒരു സിംഗിൾ വേർഡാണ് ഫോട്ടോപിക് വിഷൻ. വിഷൻ ഇൻ ഡിം ലൈറ്റ് കോൾഡ് സ്കോട്ടോപിക് വിഷൻ. ആ ടേം പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി വേറൊന്ന്, റോഡ്സ് ആർ ഓൾ അലൈക്ക്. റോഡ്സ് പലതരമില്ല, എല്ലാം ഒരേപോലെയാണ്. പക്ഷേ കോൺസ് 3 തരമുണ്ട്. പ്രൈമറി കളേഴ്സ് 3 അല്ലേ. കോൺസ് ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ കളേഴ്സ്. റോഡ്സും കോൺസും വ്യത്യാസം, റോഡ്സ് റോഡോപ്സിൻ പിഗ്മെന്റ്, അയോഡോപ്സിൻ പിഗ്മെന്റ് ഡു നോട്ട് ഹെൽപ്പ് ഇൻ കളർ വിഷൻ, ഹെൽപ്പ് ഇൻ കളർ വിഷൻ. സ്കോട്ടോപിക് വിഷൻ, ഫോട്ടോപിക് വിഷൻ ഓൾ ആർ അലൈക്ക്, ഒരേപോലെയാണ്. ദേ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്വസ് ചേംബർ, വിട്രിയസ് ചേംബേഴ്സ്? എക്വസ് ചേംബർ ആണെങ്കിൽ ദ small chamber between lens and cornea is called aqueous chamber. It is filled with a watery transparent fluid that is called aqueous humor. The large chamber present between the lens and the retina is called vitreous chamber. It is filled with a transparent jelly called vitreous humor. Aqueous chamber filled with aqueous humor, vitreous chamber filled with vitreous humor. What is the difference between yellow spot and blind spot? Yellow spot നമ്മൾ പീത ബിന്ദു, അന്ധബിന്ദു. എന്നാൽ യെല്ലോ സ്പോട്ട് ബിഹൈൻഡ് ദ ലെൻസ്, ലെൻസിന് നേരെ ബാക്കിലുള്ള ഭാഗത്തിൽ വരാന്ത് റെറ്റിനയിലുള്ള ഭാഗമാണ് യെല്ലോ സ്പോട്ട്. ഇറ്റ് ഇസ് എ റീജിയൻ ഇൻ ദ റെറ്റിന ബിഹൈൻഡ് ദ ലെൻസ്. ആ യെല്ലോ സ്പോട്ടിന്റെ സെന്ററിൽ ഒരു കുഴിയുണ്ട്, നമ്മളതിന് ഫോവിയ എന്ന് പറയും. ഈ ലെൻസിന്റെ ബാക്കിലുള്ള ഭാഗത്തിന് വരാന്ത് ഒരു കട്ടിയുള്ള ഭാഗമാണ്, റെറ്റിനൽ കാണുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്കുല ലൂട്ടിയ എന്ന് പറയും. ടെക്സ്റ്റിന് തപ്പേരുണ്ട്, മാക്കുല ലൂട്ടിയ. ദ സെൻട്രൽ പിറ്റ് ഈസ് കോൾഡ് ഫോവിയ. ഈ യെല്ലോ സ്പോട്ടിന്റെ പ്രത്യേകത, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി കോൺസ്, നോ റോഡ്സ്. കോൺസ് മാത്രമേ ഉണ്ടാവും. അങ്ങനെ കോൺസ് മാത്രമുള്ള നമ്മുടെ കണ്ണിലെ റെറ്റിനയുടെ ഭാഗമാണ് യെല്ലോ സ്പോട്ട്. സോ വി ഗെറ്റ് മോസ്റ്റ് ക്ലിയർ വിഷൻ. നിറങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞുള്ള കാഴ്ച നമുക്ക് അവിടെ ഉണ്ടാവുക ഈ യെല്ലോ സ്പോട്ടിൽ ഉണ്ടാവുക. സോ വി ഗെറ്റ് ഏറ്റവും റെറ്റിനയിലെ ഏറ്റവും ക്ലിയർ വിഷൻ കിട്ടുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. അപ്പോൾ യെല്ലോ സ്പോട്ട് ഈസ് എ റീജിയൻ ഇൻ ദ റെറ്റിന ബിഹൈൻഡ് ദ ലെൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി കോൺസ്, നോ റോഡ്സ്, മോസ്റ്റ് ക്ലിയർ വിഷൻ. ഞാൻ ബ്ലൈൻഡ് സ്പോട്ട് റീജിയൻ ഇൻ ദ റെറ്റിന വേർ ഒപ്റ്റിക് നെർവ് ലീവ്സ്. ഈ ഒപ്റ്റിക് നെർവ് കണ്ണിൽ നിന്ന് പോകുന്ന പുറത്തേക്ക് പോകുന്ന ഭാഗമില്ലേ, അവിടെ ആക്ച്വലി റോഡ്സും കോൺസും ഉണ്ടാവില്ല. എല്ലാ ന്യൂറോൺസിൻ്റെയും ആക്സിഡൻ പാട്ട് കുടിച്ചിട്ടാണ് ഒപ്റ്റിക് നെർവ് ഉണ്ടാവുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയൻ എന്തായിരിക്കും, റെറ്റിനയിൽ റോഡ്സും കോൺസും ഇല്ലാത്ത ഒപ്റ്റിക് നെർവ് പുറത്തേക്ക് പോകുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ റീജിയൻ ഇൻ ദ റെറ്റിന വേർ ഒപ്റ്റിക് നെർവ് ലീവ്സ് ദ ഐബോൾ ഈസ് കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട്. ഇറ്റ് കണ്ടെയ്ൻസ് നോ റോഡ്സ്, നോ കോൺസ്, സോ നോ വിഷൻ. അപ്പം വിഷൻ കപ്പാസിറ്റി തീരെ ഇല്ലാത്ത കണ്ടൊരു ഭാഗമാണ് യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ ഏതൊരാളുടെ ഇത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അന്ധമാർക്ക് മാത്രമല്ല, ഏതൊരാളുടെ കണ്ണിൽ എന്തുണ്ടാവും, ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ല, നമ്മൾ സാധാരണ കാണുമ്പോൾ എന്താണ് ഇമേജ് ഇവിടെ പതിയെ, പക്ഷെ കണ്ട് ആ ലെൻസിലൊക്കെ താഴ്ത്തുന്നുണ്ട് ഒരു ബ്ലൈൻഡ് സ്പോട്ട് എല്ലാ ആളുടെയും കണ്ണിലുണ്ടാവും. അത് എവിടെയാണോ ഒപ്റ്റിക് നെർവ് കണ്ണിന് പുറത്തേക്ക് പോകുന്നത് ആ ഭാഗത്ത് റോഡ്സും കോൺസും ഇല്ലാത്തൊരു റീജിയൻ ഉണ്ടാവും. ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട്. നമുക്ക് നോക്കേണ്ടത് മെക്കാനിസം ഓഫ് വിഷനാണ്. കാഴ്ച എങ്ങനെ സാധ്യമാകും, നമ്മളെങ്ങനെയാണ് വസ്തുവിനെ കാണുന്നത്. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ആദ്യം തന്നെ ആ വസ്തുവിൽ നിന്ന് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസ് ഉണ്ടാണ്. ആ ലൈറ്റ് റേസ് കടന്നു പോവാം. ഫസ്റ്റ് പോയിന്റ് തന്നെ, ദ ലൈറ്റ് റേസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഒബ്ജക്ട് പാസസ് ത്രൂ ദ കോർണിയ. കോർണിയ കടന്ന് അത് പ്യൂപ്പിൾ കടന്ന് ബൈകോൺവെക്സ് ലെൻസിലേക്ക് പതിയും. അപ്പോൾ മെക്കാനിസം ഓഫ് വിഷനകത്ത് ഒന്നാമത്തെ പോയിന്റ്, ലൈറ്റ് റേസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഒബ്ജക്ട് passes through the cornea, pupil falls on the biconvex lens. Convex lens ആകുമ്പോൾ ഈ ലൈറ്റ് റേസിന് ഒരു സിംഗിൾ പോയിന്റിലേക്ക് അത് ഫോക്കസ് ചെയ്യും. ലെൻസ് ഫോക്കസസ് ദ ലൈറ്റ് റേസ് ഓൺ ദ റെറ്റിന. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻവേർട്ടഡ് അല്ലെ ലെൻസ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇമേജ് എന്തായിരിക്കും, തലതിരിഞ്ഞ ഇമേജ് ഉണ്ടാക്കുക കോൺവെക്സ് ലെൻസ്. an ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഉണ്ടാവും. ഇപ്പോൾ കണ്ണിൽ റെറ്റിനൽ ഇതേ ഉണ്ടാകുന്നുള്ളൂ, ഒരു ഇമേജ് ഉണ്ടാവും. അങ്ങനെ ലൈറ്റ് റേസ് റെറ്റിനൽ പതിഞ്ഞിട്ട് അവിടെ ഇമേജ് ഉണ്ടാകുന്ന സമയത്ത് ആ ലൈറ്റ് റേസ് പതിയുന്ന ഭാഗത്തുള്ള റോഡ്സും കോൺസും ഇല്ലേ, ആ റോഡ്സിനും കോൺസിനും ഒരു മാറ്റമാണ്, ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ഡിസോസിയേഷൻ ഓഫ് റെറ്റിനൽ ഫ്രം ഓപ്സിൻ. റോഡ്സിനകത്ത് റോഡോപ്സിൻ ഉണ്ടാവും, കോൺസിനകത്ത് അയോഡോപ്സിൻ ഉണ്ടാവും. നമ്മളതിന് കോമൺലി റെറ്റിനൽ ആൻഡ് ഓപ്സിൻ എന്ന് വിളിക്കും. അത് രണ്ടും ചെയ്യും, ഈ റോഡോപ്സിൻ്റെ അയോഡോപ്സിനെ കെമിക്കൽ ഡിസോസിയേറ്റ് ചെയ്യും. രണ്ട് കെമിക്കൽസ് കൂടുതൽ ചെയ്തിട്ടാണ് റോഡോപ്സിനും അതേപോലെ തന്നെ അയോഡോപ്സിനും. ആ കെമിക്കൽസ് എന്ത് ചെയ്യും, റോഡോപ്സിൻ റോഡ് ഷേപ്പുള്ള ആളാണ് റോഡോപ്സിൻ, കോണിക്കൽ ഷേപ്പുള്ള ആളാണ് അയോഡോപ്സിൻ. ഇതിനകത്തുനിന്നുണ്ട് രണ്ട് പാർട്ടുണ്ട്, റോഡോപ്സിനകത്തും അയോഡോപ്സിനകത്തും രണ്ട് പാർട്ടുണ്ട്. നമ്മളതിന് കോമൺലി റെറ്റിനൽ ആൻഡ് ഓപ്സ് എന്ന് വിളിക്കും. ഈ രണ്ട് ഭാഗം എന്ത് ചെയ്യും, ലൈറ്റ് റേസ് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കണക്ഷൻ വിട്ടുപോകും, രണ്ട് കെമിക്കൽസും ഡിസോസിയേറ്റ് ചെയ്യും. ദ ഡിസോസിയേഷൻ ഓഫ് റെറ്റിനൽ ആൻഡ് ഓപ്സിൻ. ഇപ്പോൾ കോമൺലി നമ്മളതിന് റെറ്റിനൽ ആൻഡ് ഓപ്സിൻ എന്ന് പറയും. ആ രണ്ടും എന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്തിരിക്കും. ലൈറ്റ് റേസ് ഇല്ലെങ്കിൽ ലൈറ്റ് റേസ് എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും. അത് എന്തിന് കാരണമാവും, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും. കാഴ്ച സാധ്യമാണെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ നെർവ് ഇമ്പൾസ് ഉണ്ടാകണം. അപ്പോൾ ഈ ഇമേജ് ഉണ്ടാകുന്ന അതേ സ്പോട്ടിൽ ദ ഡിസോസിയേഷൻ ഓഫ് റെറ്റിനൽ ഫ്രം ഓപ്സിൻ,
ഈ റോഡ്സും കോൺസിനകത്തുള്ള കെമിക്കൽസ് ബ്രേക്ക് ചെയ്യും. As a result, an action potential is created. It is carried through optic nerve to the center of vision in the cerebrum. Cerebral vision centralekku ettum. It results in hearing. Results in vision. അത് നമ്മളെ വ്യക്തമായ കാഴ്ചയ്ക്ക് കാരണമാകും. അപ്പോൾ ബ്രെയിൻ അവിടെ സെറിബ്രം വർക്ക് ചെയ്യുമ്പോഴാണ് കാഴ്ചയുടെ അനുഭവം ഉണ്ടാവുക. Light rays reflected from the object passes through the cornea pupil, falls on the biconvex lens. Lens focuses the light rays on the retina. As a result, an inverted, diminished image is formed. Dissociation of retinal from opsin. An action potential is created. It is carried to optic nerve to the center of vision in the cerebrum. It results in vision. Center of vision in the cerebrum. Optic nerve carries the nerve impulse to the center of vision in the cerebrum. It results in vision. അതൊരു കാഴ്ചക്ക് കാരണമാകും. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ട്രക്ചറും മെക്കാനിസം ഓഫ് വിഷൻ. ഇനി ഇതിനകത്തുള്ളത് ലാസ്റ്റ് പാർട്ട് സ്ട്രക്ചർ ഓഫ് ഇയർ ആണ്. പിന്നെ മെക്കാനിസം ഓഫ് ഹിയറിംഗ്. ചെവിയുടെ ഘടന നിങ്ങൾ 10th പഠിച്ചതാണ്. നമ്മുടെ മാമൽസിൻ്റെ ചെവി അതിന് 3 ഭാഗം ഉണ്ടാകും. ഇന്നർ ഇയർ, മിഡിൽ ഇയർ, എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. നമ്മൾ ഈ ഫണൽ ഷേപ്പിയുടെ സ്ട്രക്ചർ വിളിക്കുക പിന്ന അല്ലെങ്കിൽ ഇയർ ലോബ് എന്ന് പറയും. പിന്നെ ഒരു ട്യൂബ് ഉണ്ടാകും, ഓട്ടറി കനാൽ എന്ന് പറയും. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെവി ഇങ്ങനെ വരയ്ക്കാം. അതിൽ നമ്മുടെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ ഇത് വിളിക്കും നമ്മൾ ഓഡിറ്ററി മീറ്റസ് അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയും. കർണനാളവും ചെവിക്കൊട്ടയും. ഓക്കെ, പാരാന്ന് പിന്നെ ഇത് കളക്ട് സൗണ്ട് വേവ്സ് ആൻഡ് ഡയറക്ട് ദം ടു ദ ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാൽ ക്യാരീസ് ദ സൗണ്ട് വേവ്സ് ഫ്രം പിന്നെ ടു ദ ടിംപാനം, ഇയർ ഡ്രം എന്ന് പറയും. ഒരു ഒബ്ലിക്ലി പ്ലേസ്ഡ് മെമ്പറൈൻ അതിൽ വന്ന് ഈ സൗണ്ട് വേവ്സ് തട്ടും. അപ്പോൾ അത് വൈബ്രേഷൻ കാരണമാവും. ദ സൗണ്ട് വേവ്സ് തട്ട് എന്ത് ചെയ്യും? ടിംപാനം വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ഉണ്ടാവും. When sound waves strike, that causes the vibration of the tympanum. Okay, ആ വൈബ്രേഷൻ എന്ത് ചെയ്യും? ഈ ഇയർ ഓസിക്കിലൂടെ കടന്നിട്ട് ഇന്നർ ഇയറിലേക്ക് വരും. ഇന്നർ ഇയറിനകത്താണ് കേൾവിയുമായി ബന്ധപ്പെട്ട റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ വിളിക്കുക ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ചെവിക്ക് 2 ഡ്യൂട്ടി ഉണ്ട്, ബാലൻസും ഹിയറിംഗും. ബാലൻസുമായി ബന്ധപ്പെട്ട റിസപ്റ്റേഴ്സിനെ സ്റ്റാറ്റോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഹിയറിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയും. അതിൽ മിഡിൽ ഇയർ ആണെങ്കിൽ ഒരു എയർ ഫീൽഡ് ക്യാവിറ്റിയാണ്. അതിനകത്ത് 3 ബോൺസ് ഉണ്ടാകും. ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് ഇയർ ഓസിക്കിൾ. ദേ ആർ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ്. നമ്മൾ മിസ് നോർത്താൽ മതി, ഔട്ടർ ടു ഇന്നർ. ഏറ്റവും പുറമേയുള്ളത് മാലിയസ്. മാലിയസ് ഇസ് അറ്റാച്ച്ഡ് ടു ടിംപാനം. ഇൻകസ് കണക്ട് മാലിയസ് ടു സ്റ്റേപ്പീസ്. സ്റ്റേപ്പീസ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ഇന്നർ ഇയർ. ഓവൽ വിൻഡോ ഓഫ് ദ ഇന്നർ ഇയർ എന്ന് പറയും. ഇന്നർ ഇയറിന് 2 വിൻഡോ ഉണ്ട്, റൗണ്ട് വിൻഡോവും ഓവൽ വിൻഡോവും. ആ ഓവൽ വിൻഡോന്റെ മെംബ്രെയിൻ്റെ മുകളിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റേപ്പീസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഇളകും. അപ്പോൾ മിഡിൽ ഇയർ ഒരു എയർ ഫിൽഡ് ക്യാവിറ്റിയാണ്, എന്നാൽ ഇന്നർ ഇയർ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. മിഡിൽ ഇയർ എയർ ഫിൽഡ് ക്യാവിറ്റി. ആ എയർ ഫിൽഡ് ക്യാവിറ്റിനെ നമ്മുടെ തൊണ്ടയുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് യൂസ്റ്റേക്കിയൻ ട്യൂബ് എന്ന് പറയും. ദിസ് യൂസ്റ്റേക്കിയൻ ട്യൂബ്, ഇതാണ് ഓട്ടറി നെർവ്. ദി യൂസ്റ്റേക്കിയൻ ട്യൂബ്. മിഡിൽ ഇയർ ഈസ് കണക്റ്റഡ് ടു ദ ഫാരിങ്സ് ബൈ യൂസ്റ്റേക്കിയൻ ട്യൂബ്. അതിനുള്ള പ്രയോജനം ഏതാണ്? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എയർ പ്രഷർ ബാലൻസ്. ടിംപാനം കറക്റ്റ് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ 2 ഭാഗത്തുള്ള പ്രഷർ ബാലൻസ് ആയിരിക്കണം. ഇത് നമ്മുടെ എക്സ്റ്റേണൽ ഔട്ടർ മീഡിയമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? പുറമേയുള്ള കാര്യം വെച്ചുകൊണ്ട് ഈ പ്രഷറിന് വ്യത്യാസം വരാം. ഇവിടെ പ്രഷർ കൂടുമ്പോൾ എന്തിനും ഇതിലും കൂട്ടണം. അപ്പം തൊണ്ടയിലൂടെ വരുന്ന എയർ എന്ത് ചെയ്യും? അല്പം ചെവിയിലേക്ക് വലിക്കും. ഇതിൽ പ്രഷർ കുറയ്ക്കണമെങ്കിൽ എയർ പുറത്തെ തള്ളും. അപ്പോൾ നമ്മുടെ മിഡിൽ ഇയറിന് നേരിട്ട് ബന്ധമില്ലെങ്കിലും നമ്മുടെ തൊണ്ടയിലൂടെ എന്ത് ചെയ്യാം? മിഡിൽ ഇയറിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മിഡിൽ ഇയറിന് ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് യൂസ്റ്റേക്കിയൻ ട്യൂബ്. ഇറ്റ് മെയിൻറ്റെയിൻസ് എയർ പ്രഷർ ബാലൻസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ടിംപാനം. The middle ear contains only 3 ear bones collectively called ear ossicles. They are malleus, incus and stapes.
ഓക്കെ, ഇന്നർ ഇയർ ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. അതിനകത്ത് എന്തുണ്ടാവുക? ഒരു മെംബ്രേനസ് സാക്ക് ഉണ്ടാവും. ആ മെംബ്രേനസ് സാക്കിന് പേരാണ് മെംബ്രേനസ് ലാബ്രിന്ത് എന്ന് പറയും. ഈ ഇന്നർ ഇയറിന്റെ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയുടെ പേര് ബോണി ലാബ്രിന്ത്. ഇന്നർ ഇയർ ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന സ്പേസ് ദാറ്റ് ഈസ് കോൾഡ് ബോണി ലാബ്രിന്ത്. അതിനകത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ് മെംബ്രേനസ് ലാബ്രിന്ത്. ഇങ്ങനെ ഉണ്ടാവും. This is bony labyrinth. It is a fluid filled cavity. It contains a fluid filled sac that is called membranous labyrinth. ഈ ബോണി ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡിന്റെ പേരാണ് പെരിലിംഫ്. ഇതിനകത്തുള്ള ഫ്ലൂയിഡാണ് എൻഡോലിംഫ്. നമ്മുടെ മെംബ്രേനസ് ലാബ്രിന്തിന് 3 ഭാഗമുണ്ട്. ഒരു കോയിൽഡ് സ്ട്രക്ചർ കോൾഡ് കോക്ലിയ, 3 സെമി സർക്കുലർ കനാൽ ഉണ്ടാവും. 3 കനാൽസ് ഉണ്ടാവും, സെമി സർക്കുലർ. അർദ്ധവൃത്തം പോലെ ഉണ്ടാവും സെമി സർക്കുലർ കനാൽ. ദ മിഡിൽ പോർഷൻ ഇസ് കോൾഡ് വെസ്റ്റിബ്യൂൾ എന്ന് പറയും. വെസ്റ്റിബ്യൂൾ 2 ഭാഗമുണ്ട്, അപ്പർ യൂട്രിക്കിൾ, ലോവർ സാക്യൂൾ. അതിൽ ഏതൊക്കെയാ ഭാഗം? കോക്ലിയ, സാക്യൂൾ, യൂട്രിക്കിൾ, സെമി സർക്കുലർ കനാൽ. അതിൽ സെമി സർക്കുലർ കനാലും യൂട്രിക്കിളും സാക്യൂളും ഒക്കെ കൺസേൺ വിത്ത് ബോഡി ബാലൻസ്. അതിനകത്തൊക്കെ സ്റ്റാറ്റർ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഹിയറിംഗുമായി ബന്ധപ്പെട്ട ആരാണ്? കോക്ലിയ മാത്രമാണ്. നമ്മൾ കോക്ലിയന്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കോക്ലിയയുടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോക്ലിയക്ക് ഇങ്ങനെ ഉണ്ടാവുക 3 ചേംബർ ഉണ്ടാവും. ഈ കോക്ലിയ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഹിയറിംഗ്. കേൾവിയുമായി ബന്ധപ്പെട്ട ചെവിയുടെ ഭാഗം ഇന്നർ ഇയറിനകത്ത് ആരാണ്? കോക്ലിയ എന്ന് പറയാം. ഈ കോക്ലിയക്ക് 3 ചേംബർ ഉണ്ട്. സ്കാല വെസ്റ്റിബുലായി, സ്കാല മീഡിയ, സ്കാല ടിംപാനി എന്ന് പറയും. സ്കാല വെസ്റ്റിബുലായി, മെഡിയ, ടിംപാനി. അതിന് തമ്മിൽ വേർതിരിച്ചുകൊണ്ട് 2 മെംബ്രെയിൻ ഉണ്ടാവും. ഇത് നമ്മൾ റെസിനസ് മെംബ്രെയിൻ എന്ന് പറയും, ഇത് നമ്മൾ ബാസിലാർ മെംബ്രെയിൻ എന്ന് പറയും. റെസിനസ് മെംബ്രെയിനും ബാസിലാർ മെംബ്രെയിനും. അതിൽ ഈ ബാസിലാർ മെംബ്രെയിന് മുകളിൽ ആക്ച്വൽ ഓർഗൻ ഓഫ് ഹിയറിംഗ്, കേൾവിയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഓർഗൻ എവിടെയാണ്? ബാസിലാർ മെംബ്രെയിൻ. ദാറ്റ് ഈസ് കോൾഡ് ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയും. അപ്പോൾ കേൾവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ഭാഗം വരാണ് ഓർഗൻ ഓഫ് കോർട്ടൈ. അൽഫോൺസോ കോർട്ടൈ എന്നുള്ളതാണ് പേര് വെച്ചുകൊണ്ടാണ് ഓർഗൻ ഓഫ് കോർട്ടൈ. ഇതിനകത്ത് ആരുണ്ടാവുക? സ്റ്റാറ്റോ റിസപ്റ്റേഴ്സ് ഉണ്ടാവും, ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉണ്ടാവുക, കേൾവിയുമായി ബന്ധപ്പെട്ട റിസപ്റ്റേഴ്സ്. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഓർഗൻ ഓഫ് കോർട്ടൈ. ആ ഓർഗൻ ഓഫ് കോർട്ടൈയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് മെംബ്രെയിൻ, ഒരു തൂങ്ങി കിടക്കുന്ന മെംബ്രെയിൻ ഉണ്ടാവുന്നത് അതിന് വിളിക്കുന്നത് ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയും. അപ്പോൾ കോക്ലിയ ഹാസ് 3 ചേംബേഴ്സ്: സ്കാല വെസ്റ്റിബുലായി, സ്കാല മെഡിയ, സ്കാല ടിംപാനി. The membrane between vestibula, scala vestibuli and scala media is called resonance membrane. The membrane between media and tympani is called basilar membrane. Basilar membrane contains the organ of hearing called organ of corti. It contains auditory receptors. Lying above the organ of corti, auditory receptors called tectorial membrane. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് മെക്കാനിസം ഓഫ് ഹിയറിംഗ് പറയാൻ പറ്റും. അപ്പോൾ ചെവിയുടെ ഭാഗം ഇത്രയാണ്. ഇനി നമ്മൾ ഹിയറിംഗ് എങ്ങനെ സാധ്യമാണെന്ന് നോക്കുക. Sound waves collected by the pinna passes through the auditory canal and strike on the tympanum. Tympanum strike ചെയ്യും. It causes the vibration of the tympanum. These vibrations pass through the ear ossicle. ഒരു മിനിറ്റ്. യെസ്, നോക്കി. അപ്പം അതിൽ ഇയർ ഓസിക്കിൾസ് എന്നാണ് പറയുക. The vibration pass through the ear ossicle and causes the vibration of the perilymph. ഈ perilymph ഇളകും. It causes the motion of the endolymph in the cochlea. എല്ലാ ഭാഗത്തുള്ള ഫ്ലൂയിഡ് ഇളകും, കോക്ലിയക്കകത്തുള്ള ഫ്ലൂയിഡ് ഇളകും. ഈ കോക്ലിയക്കകത്ത് ഫ്ലൂയിഡ് ഇളകുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഇളകുമ്പോൾ ഇത് ഈ മെമ്പറിൻ ഇങ്ങോട്ട് ബൾജ് ചെയ്യും. ഈ മെമ്പറിൻ ഇങ്ങോട്ടേക്ക് തള്ളും. അപ്പോൾ ഇവിടെ സ്പേസ് കുറയുമ്പം ആ പ്രഷർ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് ബൾജ് ചെയ്യും. ഈ മെമ്പറിൻ എന്തുണ്ടാവും? ചുരുക്കി പറഞ്ഞാൽ ബാസിലർ മെമ്പറിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും, ഒരു റിപ്പിളിംഗ് എന്ന് പറയും, ഒരു വിറയലുണ്ടാവും. അപ്പോൾ ഈ ബാസിലർ മെമ്പറിൻ എന്ത് ചെയ്യും? താഴുമ്പോൾ ഈ ടെക്ടോറിയൽ മെമ്പറിന് മുകളിൽ കണക്ഷൻ വിട്ടുപോകും. അതിന് മുകളിൽ ടെക്ടോറിയൽ മെമ്പറിൻ ഉണ്ട്, അതിന് മുകളിൽ കണക്ഷൻ വിട്ട് ഇയാൾ പൊങ്ങും എന്ത് ചെയ്യും? നമ്മൾ പോയി പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതൊരു നെർവ് ഇമ്പൾസ് ഉണ്ടാകാൻ കാരണമാകും. എങ്ങനെ പറയാം? സൗണ്ട് വേവ്സ് കളക്റ്റഡ് ബൈ ദ പിന്ന പാസസ് ത്രൂ ദ auditory canal, strike on the tympanum. It causes the vibration of the tympanum. This vibration pass through the ear ossicle to the membrane covering oval window of the inner ear. ഈ ഇന്നർ ഇയറിന്റെ ഓവൽ വിൻഡോയിൽ പോയിട്ട് എന്ത് ചെയ്യും? അത് തട്ടും. അപ്പോൾ അവിടെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള വൈബ്രേഷൻ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജ് മാത്രമാണ് ഇയർ ഓസിക്കിൾ. ഇതിന് കണക്ഷൻ വിട്ടാൽ പിന്നെ കേൾവി സാധ്യമല്ല. അപ്പം സൗണ്ട് ഇവിടെ വരെ വരും, പിന്നെ അത് വൈബ്രേഷൻ ആയിട്ടാണ് ഇന്നർ ഇയറിലേക്ക് പോകേണ്ടത്. കേൾവിയുമായി ബന്ധപ്പെട്ട റെസിപ്റ്റേഴ്സ് ഉള്ളത് ഇന്നർ ഇയറിലാണ്. ഇറ്റ് കോസസ് ദ മോഷൻ ഓഫ് പെരിലിംഫ്, ഇവിടെയുള്ള ലിംഫ് പെരിലിംഫ്, ഇതിനകത്തുള്ളത് എൻഡോലിംഫ്. എൻഡോലിംഫ് ഇൻ ദ കോക്ലിയ. ഇറ്റ് ക്രിയേറ്റ്സ് എ റിപ്പിൾ ഇൻ ദ ബാസിലർ മെംബ്രെയിൻ. അതിന് ഭാഗമായിട്ട് ബാസിലർ മെംബ്രെയിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്ന, ഇളക്കം ഉണ്ടാകുന്ന റിപ്പിൾ.
the auditory receptors press against the tectorial membrane. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? താഴേക്ക് പോയി എന്ത് ചെയ്യും? മോൾഡ് അതിനോട് പോയിട്ട് പ്രസ് ചെയ്യും. ഇറ്റ് ക്രിയേറ്റ്സ് an action potential. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? ഈ കഴിവൊക്കെ കിട്ടണമെങ്കിൽ, കാഴ്ച കേൾവിയൊക്കെ ഉണ്ടാകണമെങ്കിൽ നെർവ് ഇമ്പൾസ് വേണം. ആ നെർവ് ഇമ്പൾസ് എങ്ങനെ ഉണ്ടാവുക? ഈ ഓട്ടറി റെസിപ്റ്റേഴ്സ് പോയിട്ട് ടാക്ടോറിയൽ മെമ്പറിൽ പോയിട്ട് എന്ത് ചെയ്യും? പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് an action potential. ഒരു സോഡിയം പൊട്ടാസ്യം സ്റ്റോപ്പ് ചെയ്തിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇറ്റ് ഈസ് ക്യാരിഡ് ത്രൂ ഓട്ടറി നെർവ് ടു ദ സെന്റർ ഓഫ് ഹിയറിംഗ് ഇൻ ദ സെറിബ്രം. സെറിബ്രത്തിന്റെ ഹിയറിംഗ് എന്നുള്ള ഭാഗത്തെത്തും. അവിടുത്തെ എന്ത് ചെയ്യും? ബ്രെയിൻ അതിനെ വിശകലനം ചെയ്യും. നമുക്കൊരു വ്യക്തമായ കേൾവി സാധ്യമാകും. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹിയറിംഗ്. അപ്പോൾ മെക്കാനിസം ഓഫ് വിഷനും മെക്കാനിസം ഓഫ് ഹിയറിംഗ് ആ പറഞ്ഞതൊന്ന് ഓർത്ത് നോക്കുക. യെസ്, ഓക്കെ. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആ ചാപ്റ്റർ അതൊരു ചെറിയ ഭാഗമുണ്ട്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിൽ നിർത്തിയ ഭാഗം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആയിരുന്നു. അതിൽ ഒരു കോക്രോച്ചിൻ്റെ മോർഫോളജി ആ ഒരു ഭാഗവും നമുക്ക് എടുക്കാനുണ്ടാവും. അത് രണ്ടും കൂടി നമ്മൾ അടുത്ത സെഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. അപ്പം ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ ആദ്യ ഭാഗം നിന്ന് കിട്ടിയതാണ്, അതൊന്ന് വായിച്ച് നോക്കണം. അതിൻ്റെ ക്ലാസ്സിൽ എടുക്കാത്ത ബാക്കി അങ്ങോട്ടുള്ള ഭാഗവും. പിന്നെ ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അത് രണ്ട് ഭാഗമാണ്, ടിഷ്യൂസും കോക്രോച്ചും. നമുക്ക് എർത്ത് ഫ്രോഗ് അത് നമുക്ക് സിലബസിലില്ല. സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത ഭാഗം കോക്രോച്ചാണ്. ആ കോക്രോച്ചിൻ്റെ ഒരു എല്ലാ അതിൻ്റെ സിസ്റ്റവും, ഡൈജസ്റ്റ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലർ സിസ്റ്റം, ആ സിസ്റ്റമൊക്കെ നമ്മളതിൽ ടെക്സ്റ്റിനകത്ത് പറയുന്ന ഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ക്ലാസ് എടുക്കുന്ന എല്ലാവർക്കും നന്ദി.